നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ക്യാരറ്റ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ, നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒരു പാനാണ് കേട്ടോ, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ, നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 കപ്പ് റവയാണ് കേട്ടോ. റവയും കൂടെ കൂട്ടി മിക്സ് ആക്കി പെട്ടെന്ന് വേവിട്ട് റവ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്, ഏത് റവ ആണെങ്കിലും എടുക്കാം. കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നു ഇപ്പോൾ റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാട്ടോ ഇത്. നമ്മൾ ബോളൊക്കെ പിടിച്ചിട്ടുണ്ട്. ബോൾസിൽ നമുക്ക് സ്റ്റീം ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സ്റ്റീം തുറന്നു നോക്കാം. ആവശ്യം നമ്മളെ ബോൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 6 ലിറ്റർ പാല് തുറഞ്ഞാണ്. ഏലക്ക പൊടി ആണ് കപ്പ് പഞ്ചസാരയാണ്. അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളതിലേക്ക് പാലൊഴിച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. മിൽക്ക് കേട്ടോ, മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് ഇവരെ കുറുകി വന്നെങ്കിൽ നമുക്ക് ഇനി നമ്മളെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മുന്നിട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ബോൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് തളക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെസർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ഫുഡിങ്ങാണ്. ഓക്കെ.